തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. നാവായിക്കുളം സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, പറയൂ. ആര്യ, ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലായി വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപ് നെയ്യാറ്റിൻകര ഭാഗത്ത് ഇത്തരത്തിൽ 5ഓളം പേർക്ക് മസ്തിഷ്കജ്വരം അവസാനമായി 2 മാസം മുൻപാണ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരിൽ പലരും ഇത്തരത്തിൽ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇപ്പോഴാണ്, അതായത് ഒരിടക്കാലത്തിന് ശേഷം ഇപ്പോഴാണ് നാവായിക്കുളം സ്വദേശിനിയായിട്ടുള്ള വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ചില രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമായി ഇത്തരത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും കൂടെ കുളിച്ചിട്ടുള്ള 2 പേരെയും ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ തന്നെയാണ്. മുൻപ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കുളത്തിൽ കുളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം ഈ പ്രദേശത്തെ ചില കുളങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ആളുകൾ കുളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ളവർ ചേർന്ന് ഇത് ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ പ്രദേശങ്ങളൊക്കെ തന്നെ കെട്ടിമറയ്ക്കുന്ന സാഹചര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. മുൻപ് തിരുവനന്തപുരത്തെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് പല ഇടങ്ങളിലും വിദ്യാർത്ഥികളടക്കം പുകയിലയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക രീതിയിൽ പുക വലിച്ചതാണ് ഇത്തരത്തിൽ രോഗത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ കരുതിയിരിക്കുക. കാരണം ഇത്തരത്തിൽ കുളത്തിൽ കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗലക്ഷണങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ രോഗലക്ഷണങ്ങളുള്ളവർ തീർച്ചയായും ആരോഗ്യത്തിലേക്ക് കൂടുതൽ പോവുക, ആശുപത്രിയിലേക്ക് തന്നെ ചികിത്സയുമായി മുൻപോട്ട് പോവുക.